ആദ്യം പന്തളം അമൃത വിദ്യാലയം. നിങ്ങളുടെ കാവ്യഭാഗം ഏതാ? സ്ക്രീനിൽ. ചൊല്ലെഴും ത്രയംബകമാകിന മഹേശ്വര വില്ലുണ്ടു വിദേഹരാജ്യത്തിങ്കലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു. പുരാഭൂമി പാലേന്ദ്രന്മാരാലർച്ചിതമനുദിനം. ക്ഷോണീപാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം. ആശയം വിശദീകരിച്ചോളൂ. കാമരൂപിണിയായ താടകയെ നിഗ്രഹിച്ചതിനു ശേഷം ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്ര മഹർഷിയുടെ അടുത്തേക്ക് വരികയാണ്. മുനിമാരുടെ ധർമ്മപരിപാലനത്തിന് വഴിയൊരുക്കിയ ശേഷമാണ് ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്ര മഹർഷിയുടെ സമീപത്തേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ വാത്സല്യത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ശ്രീരാമചന്ദ്രനെ ചേർത്തു പിടിച്ച് കണ്ണീരുള്ള കണ്ണുകളാൽ അദ്ദേഹത്തോട് പറയുകയാണ്, വിദേഹരാജ്യത്ത് മഹേശ്വരനാൽ സ്ഥാപിക്കപ്പെട്ട ത്രയംബകം എന്നു പേരുള്ള വില്ലുണ്ട്. അത് വളരെ അമൂല്യമായ ഒരു വില്ലാണ്. അത് സ്ഥാപിച്ചിരിക്കുന്നത് ശ്രീ മഹാദേവനാണ്. ദിനം തോറും ഭൂമി പാലേന്ദ്രന്മാരായ രാജാക്കന്മാരാൽ അർച്ചിക്കപ്പെടുന്ന ഒരു വില്ലാണത്. സൂര്യകുലജാതനായ അങ്ങ് വിദേഹരാജ്യത്തിൽ പോയി ആ വില്ല് കാണണം എന്നതാണ് വിശ്വാമിത്ര മഹർഷി രാമനോട് പറയുന്നത്. ഇത് പറയുമ്പോൾ മൈഥിലിയെ രാമനോട് ചേർക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നു. നന്നായിട്ടുണ്ട്.